ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു കോവയ്ക്ക റോസ്റ്റാണ് തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി കോവയ്ക്ക ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 1.5 സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. കുറച്ച് തേങ്ങാക്കൊത്ത്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും എടുത്തിട്ടുണ്ട്. ഇനിയും പാൻ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്ത് അതൊന്ന് വഴന്ന് വന്നതിന് ശേഷം വേണം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പച്ചമുളക് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. പച്ചമുളകും ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് ലോ ഫ്ലെയിമിൽ ഒന്ന് വഴറ്റിയെടുക്കാം. ആ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം, കരിഞ്ഞു പോകരുത്, ഇതൊന്ന് മൂത്ത് നന്നായിട്ടൊന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന സവാള കൂടി ചേർത്ത് കൊടുക്കണം. അത് വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഈ സവാള വഴറ്റുമ്പോൾ നമുക്ക് ഉപ്പ് കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി അത് സവാള നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഈ കോവയ്ക്ക നമ്മൾ പല രീതിയിൽ കോവയ്ക്ക നമുക്ക് തയ്യാറാക്കാം. പച്ചയ്ക്ക് കഴിക്കുന്നവരുണ്ട്, മെഴുക്ക് പുരട്ടിയായിട്ട്, തോരനായിട്ട് ഒക്കെ കഴിക്കാം. നമുക്ക് നമ്മുടെ ഒരു അല്പം സ്ഥലമുള്ളിടത്താണെങ്കിൽ നമുക്ക് ഒരു കോവൽ വളർത്തിയെടുക്കാൻ പറ്റും. ഏത് സമയം അതിൽ നിന്ന് നമുക്ക് പച്ചക്കറി കിട്ടും. അതിന് കൂടുതൽ പരിചരണമൊന്നും ഇല്ലാതെ തന്നെ ഈ കോവൽ വളർത്തിയെടുക്കാവുന്നതാണ്. ഒരുപാട് കാലം നിൽക്കുകയും ചെയ്യും. ഇത് ഷുഗർ രോഗികൾക്കൊക്കെ പച്ചയ്ക്ക് കഴിക്കുന്ന കണ്ടിട്ടുണ്ട്. ഇത് ഇൻസുലിൻ്റെ ഗുണം ചെയ്യുമെന്നാണ് പറയുന്നത്. കൂടാതെ രോഗപ്രതിരോധ ശേഷിക്ക് വളരെ നല്ലൊരു പച്ചക്കറിയാണെന്നാണ് പറയപ്പെടുന്നത് കോവയ്ക്ക. ഉള്ളിയൊക്കെ വഴന്നിട്ടുണ്ട്. അതിലേക്ക് കോവയ്ക്ക കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതും ഇനി ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഈ കോവയ്ക്കയൊക്കെ അധികം വേകാതെ കഴിക്കുന്നതാണ് കൂടുതൽ ഗുണം ചെയ്യുന്നത്. എങ്കിലും നമ്മുടെ കോവയ്ക്ക റോസ്റ്റ് ആക്കുമ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടണം. എന്നാലേ ഈ മസാലകളൊക്കെ ഇതിലേക്കൊന്ന് പിടിക്കത്തുള്ളൂ. ഞാൻ ഇതിലേക്ക് കുറച്ച് മസാല എടുത്തിട്ടുണ്ട്. അത് ഒരു ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ നമ്മുടെ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ചിക്കൻ മസാലയും 1/4 ടീസ്പൂൺ ഗരം മസാലയും അല്പം മഞ്ഞൾപ്പൊടിയും എടുത്തിട്ടുണ്ട്. ഈ പൊടികളുടെയൊക്കെ അളവ് നമ്മുടെ കോവയ്ക്കയുടെയൊക്കെ അളവനുസരിച്ച് നമുക്ക് മാറ്റാവുന്നതാണ്. നിങ്ങളുടെ എരിയും ഒക്കെ നോക്കി മസാലപ്പൊടികളുടെ അളവ് വ്യത്യാസം വരുത്താം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ഇത് ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് തേങ്ങാക്കൊത്തിടാം. തേങ്ങാക്കൊത്താണ് ഈ റോസ്റ്റിന് കൂടുതൽ രുചി നൽകുന്ന സാധനം. അതുകൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മസാലപ്പൊടികൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. തേങ്ങാക്കൊത്തൊന്നും മൂത്ത് പോകണ്ട. തേങ്ങാക്കൊത്തൊന്ന് വഴന്ന് വന്നാൽ മാത്രം മതി. അങ്ങനെ എല്ലാം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഈ മസാലയും നമുക്ക് ചെറു തീയിലിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. മസാലയുടെയൊക്കെ ഒരു പച്ചക്കുത്തൊക്കെ ഒന്ന് മാറിയതിന് ശേഷം വേണം ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് ചൂടുവെള്ളമാണ്. നമ്മൾ ഈ മസാലകളൊക്കെ നല്ലതായിട്ട് മൂപ്പിച്ച് കഴിഞ്ഞാൽ അതിലേക്ക് പച്ചവെള്ളം ഒഴിക്കുന്നതിലും നല്ലത് നമ്മൾ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നതാണ്. ചൂടുവെള്ളം ചേർത്താൽ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. പിന്നെ ഞാൻ ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്കിത് ലോ ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. ഇങ്ങനെയൊക്കെ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ രുചികരമായ റോസ്റ്റ് തയ്യാറായിട്ടുണ്ട്. പുതിയൊരു വീഡിയോയിലേക്ക് കാണാം.